ഹായ് മക്കളെ, എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, നാളത്തെ ഫിസിക്സ് പരീക്ഷ നമ്മൾ തൂക്കിയിരിക്കും. അതിനകത്ത് ഒരു തരി സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. ഇന്ന് രാത്രി കൃത്യം 7 മണിക്കുള്ള നമ്മുടെ മെഗാ മാരത്തോൺ ലൈവ് കൃത്യമായിട്ട് മുഴുവനായിട്ടിരുന്ന് കാണുക. നാളത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ഓരോ ചോദ്യങ്ങളും എണ്ണി പഠിപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് കൂടെ നിന്നാൽ മാത്രം മതി. ബാക്കി 2 അണ്ണന്മാരും ഏറ്റു. ഞാനും JK സാറും എല്ലാം കൊണ്ടും റെഡിയാണ്. അത്രയും ക്വസ്റ്റ്യൻസും ആയിട്ട്, അത്രയും അടിപൊളി ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്നത്തെ ലൈവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നത്. നിങ്ങളും ഉണ്ടായിരിക്കണം. മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി കൃത്യം 7 മണിക്ക് എല്ലാവരും ഉണ്ടായിരിക്കണം. ഉഷാറാക്കാം. ഈ വീഡിയോയിൽ എന്താണ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് പലരുടെയും മനസ്സിലുണ്ടാവുക. മക്കളെ, പല മക്കളും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, സാറേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തായാലും പരീക്ഷയിൽ വരുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അത്തരം കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ആരും ജ്യോത്സ്യന്മാരല്ല ഇങ്ങനെ കബഡ നിരത്തി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുൻ വർഷങ്ങളിൽ ഓരോ ടോപ്പിക്കുകളിൽ നിന്നും ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനലി എത്തിച്ചേരാൻ സാധിക്കുന്ന 10 വെരി ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക. 3 ചാപ്റ്റേഴ്സിനുള്ള 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഉഷാറായി റെഡിയല്ലേ? തുടങ്ങുകയാണേടാ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വേവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്നല്ല 2 വേവുകൾ നമുക്ക് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് പറയുന്നത് ശ്രദ്ധിക്കടാ. യെസ്, ചോദ്യത്തിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദ ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷൻ ഓഫ് 2 waves ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 3.2 മീറ്റർ പെർ സെക്കൻഡ്. 2 വേവുകളുടെ വേഗത നൽകിയിട്ടുണ്ട്. 3.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾക്ക് അവയുടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? അവയുടെ ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത്തും കണ്ടുപിടിക്കണം. വേഗത നൽകിയിട്ടുണ്ട്. ഫ്രീക്വൻസിയും പീരീഡും വേവ് ലെങ്ത്തുമാണ് കണ്ടുപിടിക്കാനുള്ളത്. മലയാളത്തിലുണ്ട് കേട്ടോ. 3.2 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന 2 തരംഗങ്ങളുടെ ഗ്രാഫ് നൽകിയിട്ടുണ്ട്. ഇവയുടെ ആവൃത്തി, പീരീഡ്, തരംഗ ദൈർഘ്യം മുതലായവ കണ്ടുപിടിക്കുക. റെഡിയല്ലേ? തുടങ്ങിയാലോ നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം. സോ ആദ്യം ഇതുപോലെ വേവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ വേവിന്റെ എക്സ് ആക്സിസിൽ അവർ പ്ലോട്ട് ചെയ്തിരിക്കുന്ന സമയമാണ്, ടൈമാണ്. വൈ ആക്സിസിനകത്ത് പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ടീസ് ചെയ്യുക, കൃത്യമായി തന്നെ നോട്ടീസ് ചെയ്യുക. സോ എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ, ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുക. സോ നിങ്ങൾ നോക്കടാ, ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ എത്ര സമയം എടുക്കുന്നുണ്ട്? യെസ്, ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ 8 സെക്കൻഡ് സമയമാണ് എടുക്കുന്നത്. രണ്ടാമത്തതിൽ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നുണ്ട്? 1 സെക്കൻഡ് സമയമാണ് എടുക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒന്നാമത്തതിൽ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ 8 സെക്കൻഡും രണ്ടാമത്തതിൽ 1 സെക്കൻഡുമാണ് എടുക്കുന്നത്. സോ 2 വേവിന്റെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാം. സോ നമുക്ക് ഒന്നാമത്തെ വേവിന്റെ നമുക്ക് A എന്ന് കൊടുക്കാം. സോ അവന്റെ ടൈം പീരീഡ് എത്രയാണ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. സോ ടൈം പീരീഡ് എത്രയാണ് മക്കളെ? ടൈം പീരീഡ് ഈക്വൽ ടു 8 സെക്കൻഡ് എന്ന് പറയാം. ടൈം പീരീഡ് 8 സെക്കൻഡ് ആണ്. ഫ്രീക്വൻസിയുടെ ഫോമുല അറിയാലോ. ആവൃത്തി എന്താണ്? 1 ടൈം പീരീഡ് ആണ്. സോ 1/8 എന്ന് കിട്ടും. 1/8 എത്രയാണ്? 0.125 ഹെർട്സ് ഫ്രീക്വൻസി കിട്ടി. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് ആണ്, തരംഗ ദൈർഘ്യമാണ്. ലാംഡയുടെ ഫോമുല അറിയോ? V/F ആണ്. അയ്യോ സാറേ, V എന്താണ്? V സ്പീഡാണ് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. എത്രയാണ് ഓരോ തരംഗങ്ങളുടെ സ്പീഡ് എന്ന് പറയും? നോക്കടാ മക്കളെ, സ്പീഡ് അവർ നൽകിയിട്ടുണ്ട്. 3.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടിന്റെയും സ്പീഡ് 3.2 തന്നെയാണ്. സോ സ്പീഡിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 3.2 കൊടുക്കാം. ഫ്രീക്വൻസി 0.125 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈസിയായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഉത്തരം 25.6 മീറ്റർ. എല്ലാത്തിനും SI യൂണിറ്റ് കൃത്യമായി മനസ്സിലാക്കുക. സമയത്തിന്റെ സെക്കൻഡ് ആണ്, ഫ്രീക്വൻസിയുടെ ഹെർട്സ് ആണ്, വേവ് ലെങ്ത്തിന്റെ മീറ്റർ ആണെന്നുള്ള കാര്യം തിരിച്ചറിയുക. ഫൈൻ. സോ ഒന്നാമത്തെ ഗ്രാഫിന്റെ പരിപാടി കഴിഞ്ഞു. ഒന്നാമത്തെ വേവിന്റെ പരിപാടി കഴിഞ്ഞു. രണ്ടാമത്തെ വേവിന്റെ ടൈം പീരീഡ് 1 സെക്കൻഡ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ എല്ലാ പ്രോപ്പർട്ടീസും കണ്ടുപിടിച്ചാലോ. യെസ്, അവന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ആണ്. സെക്കൻഡിന്റെ സ്മോൾ ലെറ്റർ S ഉപയോഗിച്ചും നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം. ഫൈൻ. ഓക്കെ. സോ അവന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? 1 ടൈം പീരീഡ് ആണ്. സോ 1/1 which is equal to 1 Hz. ഫ്രീക്വൻസി കിട്ടി. സ്പീഡിന്റെ ഫോമുല എന്താണ്? സ്പീഡ് അല്ല, നമുക്ക് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലാംഡ ഈക്വൽ ടു എന്താ ഫോമുല? V/F ആണ്. V 3.2 ആണ്, F 1 ആണ്. സോ ആൻസർ എത്ര കിട്ടും? 3.2 മീറ്റർ. ആൻസർ വിൽ ബി 3.2 മീറ്റർ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ?
കൃത്യമായി മനസ്സിലായി. എല്ലാവരും കോൺഫിഡന്റ് അല്ലേ? സോ ഇതാണ് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഫസ്റ്റ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റാണ്, കോൺഫിഡന്റ് ആണ് ഞാൻ വിശ്വസിക്കുന്നു. ഹാപ്പി. അടുത്തതിലോട്ട് കടന്നാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ഹിയർ കംസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം മലയാളത്തിലും ചോദ്യം ഉണ്ട് കേട്ടോ. It is found that the wave of sound traveling through air at a speed of 350 meter per second is 70 meter. വേവ് ലെങ്ത് നൽകിയിട്ടുണ്ട്. വേവ് ലെങ്ത് എത്രയാണ്? 70 മീറ്റർ ആണ്. ആ സൗണ്ടിന്റെ സ്പീഡ് എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ട്രാവലിംഗ് ത്രൂ എയർ അറ്റ് എ സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ് ഈസ് 70 മീറ്റർ. സോ വേവ് ലെങ്ത്തും സ്പീഡും നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ക്യാൻ ദിസ് സൗണ്ട് ബി ഹിയർഡ് ബൈ ഹ്യൂമൻസ്? വാലിഡേറ്റ്. നമുക്ക് ഈ ശബ്ദം കേൾക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലയാളത്തിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുമേ, ശ്രദ്ധിക്കണം. മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ട്, മാറ്റമൊന്നുമില്ല. സോ അവർ നൽകിയിരിക്കുന്ന പാരാമീറ്റേഴ്സ് കൃത്യമായി നമുക്കൊന്ന് എഴുതി വെച്ചാലോ. അവർ എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്? സ്പീഡ് നൽകിയിട്ടുണ്ട് 350. സോ വി ഈക്വൽ ടു 350 മീറ്റർ പെർ സെക്കൻഡ്. വേവ് ലെങ്ത് ലാംഡ നൽകിയിട്ടുണ്ട് 70 മീറ്റർ. സോ നമുക്ക് ഈ ശബ്ദം കേൾക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് ആദ്യം തന്നെ അനലൈസ് ചെയ്യണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഫോർമുല എന്താണ്? ഫ്രീക്വൻസി ഈക്വൽ ടു വി ബൈ ലാംഡയാണ് ഫോർമുല. ഫ്രീക്വൻസി ഈക്വൽ ടു വി ബൈ ലാംഡ. വി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. നൽകിയിട്ടുണ്ടല്ലോ. സോ 350 ബൈ 70 എത്രയാണ് മക്കളെ ഉത്തരം? ക്യാൻസൽ ചെയ്യട്ടെ, 0 പോയി. 35 ബൈ 7, 7 5 35. സോ 5 ഹെർട്സ് ആണ് കിട്ടുക. ഫ്രീക്വൻസി എത്രയാണ്? 5 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഈസ് 5 ഹെർട്സ്. ഫ്രീക്വൻസി കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ? യെസ്. അടുത്ത കാര്യം, ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? നമ്മൾ മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുന്ന ഓഡിബിൾ റേഞ്ച് എത്രയാണ്? നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. ശരിയല്ലേ? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ്, അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് ഓഡിബിളായ സൗണ്ടിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയ ഫ്രീക്വൻസി എത്രയാണ്? 5 ഹെർട്സ് ആണ്. സോ നമ്മുടെ ഓഡിബിൾ റേഞ്ചിനേക്കാളും കുറവുള്ള ശബ്ദമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വെറും 5 ഹെർട്സ് മാത്രമാണ്. സോ അത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദമാണോ? ഒരിക്കലുമല്ല. ഇറ്റ് ഈസ് നോട്ട് ഓഡിബിൾ ഫോർ അസ്. ഇത് നമുക്ക് ഒരിക്കലും കേൾക്കാൻ സാധിക്കുന്ന ശബ്ദമല്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. What this type of sound is known as? ഇത്തരം ശബ്ദങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇത്തരം ശബ്ദങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് സൗണ്ട്. ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് ഇത്തരം സൗണ്ട് വേവ്സിനെ വിളിക്കുന്ന പേര്. അതായത് ഓഡിബിൾ റേഞ്ചിനേക്കാളും കുറവ് ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനെയാണെന്ന് പറയുക ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുക. വാട്ട് ഈസ് ദ ഓഡിബിൾ റേഞ്ച് ഓഫ് സൗണ്ട് ഫോർ ഹ്യൂമൻസ്? നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഓഡിബിൾ റേഞ്ച് എത്രയാണ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി ഹയർ ദാൻ ദ ഓഡിബിൾ റേഞ്ച്? ഓഡിബിൾ റേഞ്ചിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? അൾട്രാസോണിക്. അൾട്രാസോണിക് സൗണ്ട് വേവ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ല? എല്ലാവർക്കും മനസ്സിലായി? ലളിതമായ ചോദ്യമല്ലേ? സോ ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ മനസ്സിലാക്കുക. നമ്മുടെ ഓഡിബിൾ റേഞ്ച് എത്രയാണ് മനസ്സിലാക്കുക. ഓഡിബിൾ റേഞ്ചിനേക്കാളും കൂടുതലുള്ളതിന് അൾട്രാസോണിക് എന്നും കുറവുള്ളതിന് ഇൻഫ്രാസോണിക് എന്നുമാണ് പറയുക. ഇവിടെ അപ്ലിക്കേഷൻസ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്നത്തെ മെഗാ മാരത്തോൺ ലൈവിൽ എന്തായാലും JK സാർ നിങ്ങളെ പഠിപ്പിച്ചിരുന്നതായിരിക്കും. സെറ്റ് അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? സൗണ്ട് ഓറിയന്റഡ് ആയി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. കൂടെ നിൽക്കുക. ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ പോസിബിലിറ്റി ഉള്ള, എന്തായാലും പരീക്ഷയിൽ ചോദിക്കാൻ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്. എ സൗണ്ട് സിഗ്നൽ ഫ്രം ദ ഷിപ്പ് ഹിറ്റ് ദ സീ ബെഡ് ആൻഡ് കം ബാക്ക് ഇഫ് ദ ഡെപ്ത് ഓഫ് ദ സീ ഈസ് 6,000 meter. Calculate the time taken to receive the sound back. Speed of sound in water is 1,500 meter per second. അതായത് സോണാർ സിസ്റ്റം ഒക്കെ അറിയോ? കടലിന്റെ ആഴം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. സോ ഈ ഒരു കപ്പലിൽ നമ്മൾ സൗണ്ടിനെ പുറപ്പെടുവിപ്പിച്ചു. ആ സൗണ്ട് താഴെ പോയി തട്ടി തിരിച്ചു വരാൻ എത്ര സമയം എടുക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കടലിന്റെ ആഴം 6000 മീറ്റർ ആണെന്നും വെള്ളത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 1500 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും അവർ പറയുന്നുണ്ട്. നമുക്ക് സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അണ്ണനിലെ കലാകാരൻ അങ്ങ് ഉണരാൻ പോവാണ്. ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം ഒരു കപ്പൽ വരച്ചാലോ? ഇതാ പിടിച്ചു. കപ്പൽ വരയ്ക്കാൻ പോവാണ്. എന്താ കോൺസെപ്റ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കി. ഇതെന്താണ്? ഇതൊരു കപ്പലാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ കപ്പൽ. വീട് പോലെ ഉണ്ടായില്ല, ഇതൊരു കപ്പലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കടലിന്റെ അടിത്തട്ട് എന്ന് പറയും. ദിസ് ഈസ് ദ ബേസ് ഓഫ് കടൽ. സോ നമ്മളൊരു ശബ്ദം പുറപ്പെടുവിപ്പിച്ചു. ആ ശബ്ദം നേരെ താഴെ വന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യണം?
തിരിച്ച് അതേപോലെ പോവാൻ എത്ര സമയമെടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പലിൽ നിന്നൊരു ശബ്ദം നമ്മൾ പുറപ്പെടുവിപ്പിച്ചു, ആ ശബ്ദം താഴെ വന്ന് തട്ടി മുകളിലോട്ട് തന്നെ തിരിച്ചെത്താൻ എത്ര സമയമെടുക്കുമെന്നാണ് ചോദ്യം. റെഡിയല്ലേ? അതിനവർ എന്തൊക്കെ നൽകിയിട്ടുണ്ട്? അതിനവർ നൽകിയ കടലിന്റെ ഡെപ്ത് ആണ് 6000 മീറ്റർ നൽകിയിട്ടുണ്ട്. സ്പീഡ് നൽകിയിട്ടുണ്ട് 1500 മീറ്റർ പെർ സെക്കൻഡ് നൽകിയിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് സമയമാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. സ്പീഡ് ഈക്വൽ ടു എന്താണ് ഫോർമുല? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എല്ലാവർക്കും അറിയാലോ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. വേഗത ഈക്വൽ ടു ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ്. എല്ലാവർക്കും അറിയാലോ. ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? ഇവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ശബ്ദത്തിന് താഴോട്ട് വരണം, അപ്പോൾ ഡെപ്തിന് തുല്യമായ ആഴം സഞ്ചരിക്കണം. പിന്നെ അത് തിരിച്ചും വരണം. താഴോട്ട് മാത്രം പോയാൽ പോരാ, ആ ശബ്ദത്തിന് തിരികെയും വരണം. അതായത് ആ ആഴം മുഴുവൻ താഴോട്ട് സഞ്ചരിക്കണം, അവിടെ തട്ടി തിരിച്ചും വരണം. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരിക്കും? ടോട്ടലി ആ ശബ്ദം സഞ്ചരിക്കുന്ന ദൂരം എത്രയായിരിക്കും? ആഴത്തിന്റെ 2 ഇരട്ടി അല്ലേ മക്കളെ? തീർച്ചയായും ആഴത്തിന്റെ 2 ഇരട്ടി ദൂരം സഞ്ചരിക്കണം. കാരണം താഴോട്ടും പോകണം, തിരിച്ചും വരണം. സോ ആഴത്തിന്റെ 2 ഇരട്ടി ദൂരമാണ് ആ ശബ്ദത്തിന് സഞ്ചരിക്കാനുള്ളത്. സോ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ഡെപ്ത് ഡിവൈഡഡ് ബൈ സമയം. റെഡിയല്ലേ? കൃത്യമായിട്ട് മനസ്സിലായോ? സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സമയമാണ്. സോ സമയം ഈക്വൽ ടു 2d ഡിവൈഡ് ബൈ v എന്ന് കിട്ടും. സോ 2 ഇൻറ്റു 6000 ഡിവൈഡഡ് ബൈ 1500. ക്യാൻസൽ ചെയ്യട്ടെ. 1500 6000-ൽ 4 തവണ 4 ഇൻറ്റു 2 8 ആണ്. സോ ആൻസർ വിൽ ബി 8 സെക്കൻഡ്. ആൻസർ എത്രയാണ്? 8 സെക്കൻഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. വളരെ നിസ്സാരമായ ചോദ്യമാണ്. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. വാടാ, 4ാമത്തെ ക്വസ്റ്റ്യൻ. എന്തായാലും വരുമെന്ന് അത്ര തന്നെ ഞാൻ പറയുന്ന വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പവറുമായി ബന്ധപ്പെട്ട ചോദ്യം. ഒരു ലെൻസ് ഉണ്ട്. ലെൻസ് ഒരു കൺവേർജിങ് ലെൻസ് ആണ്. കൺവേർജിങ് ലെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് ലെൻസ് ആണ്. പ്രകാശരശ്മികളെ സംപ്രജിപ്പിക്കുന്ന ലെൻസ് ഏതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. സോ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? കോൺവെക്സ് ലെൻസ് കൺവേർജസ് ദ ലൈറ്റ് റേ അറ്റ് എ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ അവേ ഫ്രം ദ ഒപ്റ്റിക്കൽ സെന്റർ. സോ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ 20 സെന്റിമീറ്റർ അകലെയായിട്ടാണ് ആ ലെൻസ് കൺവേർജ് ചെയ്യിപ്പിക്കുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളുടെ പ്രത്യേകത എന്താണ്? അവയെല്ലാം സമാന്തരമായിട്ട് പാരലലി വരുന്ന ലൈറ്റ് റേസ് ആണ്. ആ പാരലലി വരുന്ന ലൈറ്റ് റേസിനെയാണ് 20 സെന്റിമീറ്റർ അകലെ കൺവേർജ് ചെയ്യിപ്പിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. സെറ്റ്. കണ്ടുപിടിക്കുന്നത് എങ്കിൽ വാട്ട് ഈസ് ദ പവർ ഓഫ് ലെൻസ്? ലെൻസിന്റെ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നിസ്സാരമാണ്. സോ പാരലലി വരുന്ന ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിപ്പിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവില്ല, അത് ഫോക്കസ് ആണ്. സോ ഫോക്കൽ ലെങ്ത് ആണ് അവർ നൽകിയിരിക്കുന്നത്. എത്ര? 20 സെന്റിമീറ്റർ. സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ സംപ്രജിപ്പിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഫോക്കസ് അല്ലേ? ആ ഫോക്കസിലോട്ടുള്ള ദൂരമാണ് 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഫോക്കൽ ലെങ്ത് ഈസ് 20 സെന്റിമീറ്റർ. സെന്റിമീറ്ററിലല്ല പറയാ, മീറ്ററിലാണ്. സോ 20/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ. പവർ കണ്ടുപിടിക്കാം. പവറിന്റെ ഫോർമുല 1 ഫോക്കൽ ലെങ്ത് ആണ്. 1 ഡിവൈഡഡ് ബൈ 0.2. ഉത്തരം എത്രയാണ്? 5 ഡയോപ്റ്റർ, അല്ലെങ്കിൽ +5 ഡയോപ്റ്റർ എന്ന് പറയാം. +5 ഡയോപ്റ്റർ. ഏതാണ് മക്കളെ ശരിയായ ഓപ്ഷൻ? +5 ഡയോപ്റ്റർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 4 ക്വസ്റ്റ്യൻസ് ഹാപ്പി അല്ലേ? അടുത്ത 5ാമത്തെ ചോദ്യത്തിലൂടെ നടക്കുന്നു. ഇത് ഏത് ലെൻസ് ആണ്? ഇതാണ് നമ്മുടെ കോൺകേവ് ലെൻസ്. ഈ കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ എന്തായാലും പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പഠിച്ചിരിക്കേണ്ടതാണ്. എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ലൈറ്റ് റേസ് ഒക്കെ പോകാന്നുള്ള കാര്യം നമ്മൾ പഠിച്ചില്ലേ? തീർച്ചയായും പഠിച്ചു. പാരലലി പോയി കഴിഞ്ഞു വെച്ചാൽ അവൻ പോകുന്നത് ഫോക്കസിന് ഡൈവേർജ് ചെയ്ത പോലെ ഇങ്ങനെയായിരിക്കും പോവുക. അടുത്ത ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകും. ഈ 2 ലൈറ്റ് റേസും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചാണ്, എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. സോ അത് തന്നെയാണ് ചിത്രം കംപ്ലീറ്റ് ചെയ്യുക, പ്രോപ്പർട്ടീസ് എഴുതുക. ചിത്രം കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. നമ്മൾ ഓൾറെഡി ലെൻസിന്റെ 1 ഷോട്ട് റിവിഷൻ ലൈവിൽ ഡീറ്റെയിൽ ആയി തന്നെ പഠിച്ചതാണ്. ദ ഫൈനൽ റിസൾട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ്? ഇടതുഭാഗത്താണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. സോ വെർച്വൽ ഇമേജ് ആയിരിക്കും, മിഥ്യാ പ്രതിബിംബമായിരിക്കും, നിവർന്നതാണ്. ശരിയല്ലേ? നിവർന്നതായിട്ടുള്ള പ്രതിബിംബമാണ്, ചെറുതാണ്, ഡിമിനിഷ്ഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇമേജിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, മിഥ്യയാണ്, നിവർന്നതാണ്, അതുപോലെ തന്നെ ഡിമിനിഷ്ഡ്, ചെറുതാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ചെറുതാണ്, ഡിമിനിഷ്ഡ് ആണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓറൽസ് വെരി സ്മോൾ ആണ് എന്ന് എഴുതിയാലും ഓക്കെ ആണ്. ഫൈൻ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അടിപൊളി ന്യൂമറിക്കൽ ആണ് 6ാമത്തെ ചോദ്യം. കിടിലൻ ന്യൂമറിക്കൽ ആണ്. ഒരു ലെൻസ് ഉണ്ട്. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണെന്ന് അവർ പറയുന്നു. അപ്പൊ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫോക്കൽ ലെങ്ത് 20 എന്ന് പറഞ്ഞാൽ തിരിച്ചും മറിച്ചും നോക്കണ്ട, പോസിറ്റീവായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് ഏത് ലെൻസ് ആണ്? അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്?
ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ അകലെയാണ്. കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ സ്ക്രീൻ ഷുഡ് പ്ലേസ് ടു ഗെറ്റ് എ ക്ലിയർ ഇമേജ്. സ്ക്രീൻ എത്ര ദൂരം അകലെ വെക്കുമ്പോഴാണ് ക്ലിയർ ഇമേജ് നമുക്ക് ലഭിക്കുക? അതായത് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക, ആ ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. കാരണം എത്ര ദൂരം അകലെ സ്ക്രീൻ വെക്കുമ്പോഴാണ് അതിലൊരു ക്ലിയർ ഇമേജ് കിട്ടുക എന്നാണ് ചോദ്യം. അഥവാ ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, പ്രതിബിംബത്തിലോട്ടുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോക്കൽ ദൂരം നൽകിയിട്ടുണ്ട്, വസ്തുവിലോട്ടുള്ള ദൂരം നൽകിയിട്ടുണ്ട്, പ്രതിബിംബത്തിലോട്ടുള്ള ദൂരം കണ്ടുപിടിക്കണം. മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇതാ മലയാളത്തിൽ ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 1.2 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. റെഡി? എല്ലാ കാര്യങ്ങളും നമുക്ക് നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാം. ഒന്ന് കൂടെ നിന്നാൽ മാത്രം മതി, ബാക്കി അണ്ണനേറ്റു. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തു വെച്ചിരിക്കുന്ന ദൂരം എത്രയാണ്? 30 സെന്റിമീറ്റർ അകലെ. സോ -30 സെന്റിമീറ്റർ. അടുത്ത എന്താ അവർ പറയുന്നത്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ്? 1.2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഓരോന്നായിട്ട് കണ്ടുപിടിച്ചാലോ. ആദ്യം ഇമേജ് ഡിസ്റ്റൻസ് ആണ് വിയുടെ ഫോമിൽ എല്ലാവർക്കും അറിയാലോ. വി = UF / U + F. UF / U + F ആണ്. U എത്രയാണ്? -30. F എത്രയാണ്? 20. ഡിവൈഡ് ബൈ -30 + 20 -600 ഡിവൈഡ് ബൈ -10. മൈനസും മൈനസും പോയി. 600/10 എത്രയാണ്? 60 ആണ്. സോ 60 സെന്റിമീറ്റർ. കിട്ടിയില്ലേ? ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് മാഗ്നിഫിക്കേഷൻ അഥവാ ആവർധനം വേണം. ഫോർമുല അറിയാലോ. M = V/U ആണ്. V എത്രയാണ്? V എന്ന് പറഞ്ഞാൽ 60 ആണ്. U എത്രയാണ്? U എന്ന് പറഞ്ഞാൽ -30 ആണ്. സോ ആൻസർ എത്ര കിട്ടും? -2. സോ ആവർധനം അഥവാ മാഗ്നിഫിക്കേഷൻ നമുക്ക് -2 കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് വളരെ സിമ്പിളായി കണ്ടുപിടിക്കാലോ. ഫോർമുല എല്ലാവർക്കും അറിയാം. M = HI/H0 ആണ്. സോ HI = M × H0 ആണ്. M എത്രയാണ്? -2. -2 × H0 എത്രയാണ്? 1.2. സോ ആൻസർ എത്രയാണ്? -2.4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ആൻസർ വിൽ ബി -2.4 സെന്റിമീറ്റർ. ഈ ഉത്തരത്തിന്റെ പ്രത്യേകത എന്താണ്? അത് നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടായിരിക്കും ഫൈനൽ ആൻസർ നെഗറ്റീവ് ആയിട്ടുണ്ടാവുക? യെസ്, അവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ആയിരിക്കും, തലകീഴായിട്ടുള്ള പ്രതിബിംബമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. ഹിയർ കംസ് ദ 7th ക്വസ്റ്റ്യൻ. എന്തായാലും ഈ ചോദ്യമുണ്ട്, 100% ഉറപ്പാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുക. ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു തന്നാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് തരാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇതാണ് നമ്മുടെ സാധനം. അതിനകത്ത് 2 ലെൻസുകളുണ്ട്. ഒരു ഐപീസ് ലെൻസ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. നമ്മുടെ കണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെൻസാണ് ഐപീസ് എന്ന് പറയുക. ഒബ്ജക്റ്റിനോട്, വസ്തുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുക. ഫൈൻ, അത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഐപീസ് ലെൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐപീസ് ലെൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഒബ്ജക്റ്റീവ് ലെൻസ്. ഐപീസ് ലെൻസിന് ഫോക്കൽ ലെങ്ത് ആരേക്കാളും കൂടുതലാണ്? ഒബ്ജക്റ്റീവ് ലെൻസിനേക്കാളും കൂടുതലാണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ഐപീസ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന കാര്യം മനസ്സിലാക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ അതിന് ഇമേജ് ഫോർമേഷൻ ഇതുപോലുള്ള ഫൈനൽ ഇമേജ് ഫോർമേഷൻ ആണ് ഞാൻ നൽകിയിട്ടുള്ളത്. ഇനീഷ്യലി ഉള്ള ഇമേജ് ഫോർമേഷൻ ഡീറ്റെയിൽ ആയി തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ക്വിക്കായിട്ട് പറയാം. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്, ഇതാണ് ഐപീസ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റീവ് ലെൻസിൽ എഫിനും 2F ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. സോ അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ബിയോണ്ട് 2F ആണ്. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ് എന്ന് പറയുന്നത്. ഈ കാണുന്ന സാധനമാണ് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ്. ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഐപീസിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ് ഐപീസിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ അവനുള്ളത് ഫോക്കസിനും ഒപ്റ്റിക് സെന്ററും ഇടയിലാണ്. സോ ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോയി ഐപീസിന്റെ ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി. ഈ 2 ലൈറ്റ് റേസും അകന്നു പോകുന്ന ലൈറ്റ് റേസ് അല്ലേ? കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഈ കാണുന്ന 2 ലൈറ്റ് റേസും എങ്ങനെയുള്ള ലൈറ്റ് റേസ് ആണ്? ഇവന്മാര് 2 പേരും അകന്നു പോകുന്ന ലൈറ്റ് റേസ് ആണ്. ശരിയല്ലേ? സോ അകന്നു പോകുന്ന ലൈറ്റ് റേസ് ആണ്. സോ ഇവിടെ നോക്കുന്ന സാഹചര്യത്തിൽ എവിടെ ഒരു ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നതായിട്ട് തോന്നുന്നത്? യെസ്, ഈ ഒരു പോയിന്റിൽ ഒരു ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നതായിട്ട് തോന്നും. ദിസ് ഈസ് ദ ഫൈനൽ ഇമേജ്. ക്ലിയർ അല്ലേ? സോ ഫൈനൽ ഇമേജ് എന്ന് പറഞ്ഞു വെച്ചാൽ ഉറപ്പായും വെർച്വലും ഇറക്റ്റും എൻലാർജ്ഡുമായ ഇമേജ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ചിത്രം പഠിച്ചു വയ്ക്കുക. ഇതിന്റെ സിംപ്ലിഫൈഡ് ആയ വേർഷൻ നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതാണ്. സോ ഇന്നത്തെ ലൈവിലും 7 മണിയുടെ മെഗാ മാരത്തോൺ ലൈവിലും ആ സിംപ്ലിഫൈഡ് വേർഷൻ ഞാൻ പഠിപ്പിച്ചു തരാം. ഉഷാറാക്കാം. സോ ഈ ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. ഈ ബേസിക് കണ്ടീഷനാണ് ഐപീസിന് ഒബ്ജക്റ്റീവിനേക്കാളും ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ഐപീസ് ഉണ്ടാക്കുന്ന ഫൈനൽ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് വെർച്വൽ ഇറക്റ്റ് എൻലാർജ്ഡ് ആണ്. ഒബ്ജക്റ്റീവിന്റെ ഇമേജ് റിയൽ ഇൻവേർട്ടഡ് ലാർജ് ആയിരിക്കും. സോ ആ കാര്യം കൂടി മനസ്സിലാക്കുക, ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. നെക്സ്റ്റ് വൺ,
അടുത്തെന്ന് പറഞ്ഞാൽ 8ാമത്തെ ക്വസ്റ്റിനിലോട്ട് കിടക്കുന്നത്. ഇനി ആകെ 2 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ 8ാമത്തെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. എന്തായാലും ആ ചാപ്റ്ററിന് ക്വസ്റ്റൻ ഉണ്ടായിരിക്കും എന്ന കാര്യം കെമിസ്ട്രിയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 3ാമത്തെ ചാപ്റ്ററിന് ക്വസ്റ്റൻ ഉണ്ട്. ഇവിടെയും 3ാമത്തെ ചാപ്റ്ററിന് ക്വസ്റ്റൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണ ഒരു പ്രിസമല്ല നൽകിയിരിക്കുന്ന, പ്രിസത്തിന് തലകീഴായിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ PQ ഏതൊക്കെയാണ് എന്നായിരിക്കും ഉറപ്പായും ചോദിക്കുക. ഇവിടെ നടക്കുന്ന പ്രതിഭാസം ഡിസ്പേർഷൻ ആണ്, പ്രകാശ പ്രകീർണനമാണെന്ന് മനസ്സിലാക്കുക. സാധാരണ നിവർത്തി വെച്ചതാണെങ്കിൽ മുകളിൽ റെഡും താഴെ വയലറ്റും ആണ്. പക്ഷെ ഇവിടെ തലകീഴായി വെച്ചതിനാൽ തന്നെ മുകളിൽ ഏതായിരിക്കും? മുകളിൽ വയലറ്റും താഴെ ഏതായിരിക്കും? മുകളിൽ വയലറ്റും താഴെ റെഡും ആയിരിക്കും. സോ P എന്ന് പറഞ്ഞാൽ വയലറ്റ്, Q എന്ന് പറഞ്ഞാൽ റെഡ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. യെസ്, അത് തന്നെയാണ് 1ാമത്തെ ചോദ്യം. Pയും Q ഏതാണ്? വാട്ട് ആർ ദ റീസൺ ഫോർ ദ കളേഴ്സ് യു ഫൗണ്ട് ടു ബി അറേഞ്ച്ഡ് അറ്റ് ദാറ്റ് പൊസിഷൻ? എന്തുകൊണ്ടാണ് നിറങ്ങൾ ഈ രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നത്? നമുക്കറിയാം, ഡിസ്പേർഷൻ സംഭവിക്കുമ്പോൾ നിറങ്ങൾ ആ രീതിയിൽ ഓർഡർലി അറേഞ്ച്മെന്റ് സംഭവിക്കാനുള്ള കാരണം അവയുടെ വേവ് ലെങ്ത്തിലുള്ള ഡിഫറൻസ് ആണ്. ശരിയല്ലേ? തരംഗ ദൈർഘ്യം വ്യത്യാസപ്പെട്ടതിനാലാണ്, വേവ് ലെങ്ത് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്. വേവ് ലെങ്ത് കൂടിയതിന് ഡീവിയേഷൻ കുറവാണ്, വേവ് ലെങ്ത് കുറഞ്ഞതിന് ഡീവിയേഷൻ കൂടുതലാണ്. തരംഗ ദൈർഘ്യം കൂടിയതിന് വ്യതിയാനം കുറവും, തരംഗ ദൈർഘ്യം കുറഞ്ഞതിന് വ്യതിയാനം കൂടുതലുമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. റെഡിന് ഡീവിയേഷൻ കുറവാണ്, വയലറ്റിന് ഡീവിയേഷൻ കൂടുതലാണ്. സെറ്റ്. ഓക്കെ, അടുത്ത പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെയിൻബോയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു സൂര്യപ്രകാശം അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ലൈറ്റ് ഒരു മഴത്തുള്ളിയിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ പ്രതിഭാസങ്ങളാണ് നടക്കുക, പുറത്തു വരുന്ന കളറിന്റെ ഓർഡർ എന്തൊക്കെയാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഉത്തരം ഇത്രയേ ഉള്ളൂ. അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ: 1ാമത്തെ ഡിസ്പേർഷൻ, 2ാമത്തെ ഇന്റേണൽ റിഫ്ലക്ഷൻ, 3ാമത്തെ റിഫ്രാക്ഷൻ. കൃത്യമായി തന്നെ മനസ്സിലാക്കുക. പുറത്തു വരുന്ന കളേഴ്സിൽ മുകളിലുള്ളത് വയലറ്റും താഴെയുള്ളത് റെഡും ആയിരിക്കും. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത്, വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് ദ റെയിൻബോ ഒബ്സർവ്ഡ് ഫ്രം ദ എയറോപ്ലെയിൻ? എയറോപ്ലെയിൻ നോക്കുമ്പോൾ മഴവിൽ ഏത് ഷേപ്പിലാണ് കാണപ്പെടുക? സർക്കുലർ ഷേപ്പിലാണ്, വൃത്താകൃതിയിലായിരിക്കും കാണപ്പെടുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ചോദ്യം. സിമ്പിൾ ആയി തന്നെ ക്രാക്ക് ചെയ്യാം. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ തന്നെയാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ദിസ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഓറിയന്റഡ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പഠിച്ചിരിക്കേണ്ട ചോദ്യം. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. It is known that sunlight contains many types of radiation beside visible light. Which type of radiation is responsible for the heat in solar radiation? താപത്തിന് കാരണം ഏതാണ്? നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ചൂടെടുക്കാറുണ്ട്. അതിന് കാരണം സൺലൈറ്റിലുള്ള ഏത് റേഡിയേഷൻ ആണ്? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഹെൽപ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ ഡി? വൈറ്റമിൻ ഡി ആണ്, അൾട്രാ വയലറ്റ് ആണ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദീസ് റേഡിയേഷൻ വാക്വം? വാക്വത്തിലുള്ള ശൂന്യതയിലുള്ള സ്പീഡ് എത്രയാണ്? 3 × 10⁻⁸ m/s. ലൈറ്റിന്റെ വേഗതയിലാണ് വാക്വത്തിലൂടെ അവർ ട്രാവൽ ചെയ്യുക. വാട്ട് ആർ ദ റേഡിയേഷൻ ദാറ്റ് ആർ സീൻ ഓൺ ദ ഈതർ സൈഡ് ഓഫ് ദ വിസിബിൾ ലൈറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? റൈറ്റ് വൺ യൂസ് ഓഫ് ദ റേഡിയേഷൻ വിത്ത് ഷോർട്ടർ വേവ് ലെങ്ത്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ള വിസിബിൾ ലൈറ്റിന്റെ 2 വശങ്ങളുമായിട്ട് ഏതൊക്കെ റേഡിയേഷൻസ് ആണ് കാണപ്പെടുന്നത്? അതിൽ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളവന്റെ അപ്ലിക്കേഷൻ എന്താണെന്ന ചോദ്യം. സോ ഇതാണ് വിസിബിൾ ലൈറ്റിന്റെ റീജിയൻ, എല്ലാവർക്കും അറിയാം. സോ അതിൽ ഇടതുഭാഗത്ത് കാണപ്പെടുന്നത് ഏതാണ്? അൾട്രാ വയലറ്റ് ആണ്. വലതുഭാഗത്ത് ഇൻഫ്രാറെഡ് ആണ്. അതിൽ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളത് ആരാണ്? ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് സംശയം വേണ്ട അൾട്രാ വയലറ്റിനാണ്. ഇങ്ങോട്ട് പോകുമ്പോഴാണ് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ റേഡിയോയ്ക്കല്ലേ, ഏറ്റവും കുറവ് ഗാമയ്ക്കല്ലേ. സോ ഈ പറയുന്ന അൾട്രാ വയലറ്റിലും ഇൻഫ്രാറെഡിലും ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? അൾട്രാ വയലറ്റിനാണ്. അൾട്രാ വയലറ്റിന്റെ അപ്ലിക്കേഷൻ എന്താണെന്ന ചോദ്യം. അൾട്രാ വയലറ്റിന്റെ അപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. യെസ്, വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ്സ്, അതായത് നമ്മൾ സർജറി ഒക്കെ ചെയ്ത എക്യുപ്മെന്റ്സിനെ അണുവിമുക്തമാക്കാൻ, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന കാര്യം മനസ്സിലാക്കുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ബാക്കിയുള്ളവ പഠിക്കേണ്ട എന്നല്ല, ഇവയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ഗംഭീരമായിട്ട് പഠിക്കുക, ഉഷാറാക്കുക. സോ ഗൈസ്, ലവ് യു ആൾ, ടേക്ക് കെയർ. 7 മണിക്ക് കാണാം. തകർക്കാം. നമ്മൾ തൂക്കിയിരിക്കും, തൂക്കി പൊളിച്ച് അടുക്കിയിരിക്കും. കൂടെ നിൽക്കുക, തകർക്കാം മക്കളെ. കാണാം.